നമ്മുടെ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ രാകേഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. രാകേഷ്, ഈ പ്രദേശത്തെക്കുറിച്ചൊക്കെ നന്നായി അറിയാവുന്ന വ്യക്തിയാണോ? ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ഈ സംഭവത്തിന് ശേഷം അവിടെ സംശയിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്? ഇത് ഒരു മോഷണമാണെന്നൊരു പോലീസിന് നിഗമനമില്ല. ഇപ്പൊ പോലീസ് പറയുന്നത് ഇതൊരു കൊലപാതക ശ്രമം ഉണ്ടായി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്ത് നടന്ന കൊലപാതകമാണെന്നാണ് പോലീസിന്റെ ഒരു സംശയമുള്ളത്. കാര്യം ഈ ഒരു വാതിൽ ബ്രേക്ക് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ വാതിൽ തകർത്തായിട്ടോ കാണുന്നില്ല. ഇവിടെ വാതിൽ തുറന്നു കൊടുത്തുള്ളിൽ കയറിയതായിട്ടാണ് പോലീസിന് മനസ്സിലാകുന്നത്. വാതിൽ ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിച്ചതായിട്ട് ഒരു അമ്മിക്കല്ല് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മുഖത്ത് സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പോലീസിന് ഇപ്പോഴത്തെ ഒരു നിഗമനം. രാകേഷ്, അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാകാനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടാകണമല്ലോ. അപ്പോൾ ഇതിനു മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന അമിത് എന്ന് പറയുന്ന ബംഗാളിയെ കുറിച്ച് പറയുന്നുണ്ട്. അല്ല, അത് ഒരു കൺഫേം ആയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇയാളെ സംശയത്തെ തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതെന്തോ ഒരു മൊബൈൽ മോഷണവുമായി ബന്ധപ്പെട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ഇവരുടെ പരാതി നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അത് പക്ഷേ അതിനെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അമിത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയതായും പറയപ്പെടുന്നു. അതിൽ അയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതായും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു ഇനിയും ഒരു വ്യക്തമായ ചിത്രം അത് സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. കസ്റ്റഡിയിലുണ്ട് എന്നുള്ളൊരു സൂചന മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. കാര്യം കസ്റ്റഡിയിലുള്ളത് ആരാണ്? അങ്ങനെ ഈ വ്യക്തിയാണോ? ഈ വ്യക്തിയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു ബംഗാൾ സ്വദേശി അമിത് എന്ന് പറയുന്ന ആളാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാകേഷ്, ഈ വിജയകുമാറിനോട് ഇത്രയും വലിയ വ്യക്തി വൈരാഗ്യം, അതായത് കൊലപ്പെടുത്തുക മാത്രമല്ല മുഖം വികൃതമാക്കുന്ന രീതിയിലുള്ള വ്യക്തി വൈരാഗ്യം ഉണ്ടാകേണ്ട ആരെങ്കിലും, അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ബന്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാരണം അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇല്ല, ഇതിൽ ഇപ്പോൾ നിലവിൽ പോലീസ് പറയുന്നത് പ്രകാരം അങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങളോ ഒന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിലോ ഫാമിലിയിലോ ഒന്നും ഇല്ല എന്നാണ്, ബിസിനസ്സിലും ഒന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാര്യം അങ്ങനെ അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് വൈരാഗ്യമുള്ള ആരും ഉള്ളതായിട്ട് നമുക്കും മനസ്സിലാകുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നിലുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് മോഷണമല്ല എന്നുള്ള രീതിയിൽ തന്നെ പോലീസ് പറയുമ്പോൾ അത്തരത്തിലുള്ള അന്വേഷണങ്ങളാണ് പൊതുവെ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാകേഷ്, ഇദ്ദേഹത്തിന്റെ മകൻ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും കൂടെ നേരത്തെ ഒരു മുൻ ജനപ്രതിനിധി പറഞ്ഞു. അതായത് അദ്ദേഹത്തിന്റെ മകൻ റെയിൽവേ ട്രാക്കിന് സമീപം, കാരിത്താസിൽ റെയിൽവേ ട്രാക്കിന് സമീപം അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടു. വിജയകുമാർ ഉറച്ചു വിശ്വസിച്ചിരുന്നത് അതൊരു സ്വാഭാവികമായ മരണമല്ല, കൊലപാതകമാണെന്ന്. പോലീസിൽ വേണ്ടത്ര രീതിയിൽ ഒരു അന്വേഷണം നടന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അത് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് രാകേഷിന് എന്താണ് അറിയാവുന്നത്? അല്ല, അത് അന്ന് മുതൽ അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൊലപാതകം ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് മുതൽ അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഉണ്ടായെന്ന് അന്ന് മുതൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ആ ഒരു അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നാണ് അദ്ദേഹം ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അതിന് വ്യക്തത വരേണ്ട ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം കുറച്ചുകൂടി ഇപ്പോൾ ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമേ ഈ ഒരു സംഭവം നടന്നിട്ടായിട്ടുള്ളൂ. അപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു വ്യക്തത വരണമെങ്കിൽ അല്പസമയം കൂടി കഴിയുമെന്നാണ് മനസ്സിലാകുന്നത്. രാകേഷ്, ബംഗാൾ സ്വദേശിയല്ല, അസാം സ്വദേശിയാണ് ഈ അമിത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ അമിത് കസ്റ്റഡിയിലുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളി ഒരു അമിത് എന്ന് പറയുന്ന ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് ബംഗാൾ സ്വദേശിയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പിന്നെ അതുപോലെ ഇദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകളെയും ഇവർ സംശയിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പോലീസ് സംശയിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാകേഷ്, അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വാതിലൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളുമുള്ള ഡോറും മറ്റ് വളരെ ബന്ധവസായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകുന്ന ആരോ ആണ് വന്നിരിക്കുക. അല്ല, തീർച്ചയായിട്ടും. കാര്യം അദ്ദേഹവുമായി ഏതെങ്കിലും രീതിയിലൊരു അടുപ്പമുള്ള അല്ലെങ്കിൽ അദ്ദേഹവുമായി ഏതെങ്കിലും രീതിയിലൊരു ബന്ധമുള്ള ഒരാൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കാൻ സാധ്യത. കാര്യം ഈ വീടിന് സമീപത്തു നിന്നൊരു അമ്മിക്കല്ല് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് വാതിൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചതായിട്ടും ഈ ശബ്ദം കെട്ടി ഇവർ തുറന്നു കൊടുത്തതായിട്ടുമാണ് പോലീസിന്റെ ഇപ്പോൾ ഒരു നിഗമനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാതിൽ തുറന്നു കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് പരിചയമുള്ള ആളുകളാകണം എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്.